എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജോ. അങ്ങനെ നമ്മുടെ കൊല്ലം സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയുമായി ഞാൻ ഇന്ന് തെമ്മലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തെമ്മലയ്ക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശം ഒരു ബഡ്ജറ്റ് ഫാമിലി ട്രിപ്പ് എങ്ങനെ പോകാം എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. രാവിലെ തന്നെ 5-ൽ നിന്ന് യാത്ര തിരിച്ച് നേരെ കൊളത്തൂപ്പുഴയിലെത്തി കൊളത്തൂപ്പുഴയിൽ നിന്ന് തെമ്മലയ്ക്ക് പോവുകയാണ് നമ്മുടെ പ്ലാൻ. 5-ൽ നിന്ന് തെമ്മലയ്ക്ക് വരുമ്പോൾ കൊളത്തൂപ്പുഴ വഴിയും പൊന്നൂർ വഴിയും വരാം. പക്ഷേ ഞാൻ കൊളത്തൂപ്പുഴ വഴിയാണ് കൂടുതലും ചൂസ് ചെയ്യാറുള്ളത്. അതിന്റെ പ്രധാന കാരണം ഈ വഴി തന്നെയാണ്. അധികം വെയിലേൽക്കാതെ നമുക്ക് ഏത് സമയം ഇതുവഴി യാത്ര ചെയ്യാം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിരുന്നു ഒരു ബഡ്ജറ്റ് ഫാമിലി ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം തെമ്മല എക്കോ ടൂറിസത്തിലുള്ള ലെഷർ സോണിലേക്കാണ്. അവിടെ എന്താണ് നമുക്ക് ലെഷർ ചെയ്യാനുള്ളതെന്ന് പോയി കണ്ടിട്ട് വരാം. 5-ൽ നിന്നും ഏകദേശം ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം നമുക്ക് തെമ്മലിലേക്ക് എത്താം. അങ്ങനെ തെമ്മലിലേക്ക് പോകുമ്പോൾ ആകെ കൂടി കാണാൻ കഴിയുന്ന മൃഗങ്ങളായ ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തുടങ്ങിയ ട്രിപ്പ് നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തെമ്മലയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ തെമ്മലെത്തുന്ന മുമ്പ് വഴിയിൽ നമ്മൾ ഒരാളെ കണ്ടുമുട്ടി. പുള്ളി നമ്മുടെ കേരളത്തിൽ നിന്നും കാശ്മീരിലേക്ക് പോവുകയാണ്. അങ്ങനെ പുള്ളിയായിട്ട് കുറേ നേരം സംസാരിച്ചു. പുള്ളിക്ക് ഒരു ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ പറഞ്ഞു ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഇത് നമ്മുടെ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഒരു മെയിൻ ഗേറ്റാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ലെഷർ സോണിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ലഭിക്കുക. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ലെഷർ സോണിലേക്ക് പോകാൻ. അപ്പോൾ ഒരാൾക്ക് 70 രൂപ വെച്ച് ഞങ്ങൾ 2 പേരായിരുന്നു. അങ്ങനെ 140 രൂപ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ കൊളത്തൂപ്പുഴയും തെമ്മലയ്ക്ക് വന്ന വഴി തന്നെ കുറച്ച് പുറകോട്ട് പോയാലാണ് ലെഷർ സോൺ ഉള്ളത്. അങ്ങനെ ടിക്കറ്റ് നമ്മൾ സെക്യൂരിറ്റി റൂമിൽ കാണിച്ച് അകത്തേക്ക് പോവുകയാണ്. കയറുമ്പോൾ ഇടത് സൈഡിലെ തന്നെ ഒരു കടയുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ചായയോ നാരങ്ങ വെള്ളമോ മോരും വെള്ളമോ ഒക്കെ കുടിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ യാത്ര ലെഷർ സോണിനകത്തെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോയി നോക്കാം ഇവിടെ എന്താണ് നമുക്ക് ആ ലെഷറിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ പടവുകൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് ചെല്ലാൻ. ഒറ്റനോട്ടത്തിൽ എൻ്റെ സൈഡിൽ കാണുന്ന ചെടികൾ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും, പക്ഷേ അത് ഒറിജിനൽ ചെടിയാണ്. നമ്മുടെ തെമ്മലിലെ എക്കോ ടൂറിസം ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാൻഡ് എക്കോ ടൂറിസം ആണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അങ്ങനെ ആദ്യം കയറുമ്പോൾ തന്നെ ഒരു വിശ്രമ കേന്ദ്രമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതുവഴി കുറേ നടക്കാനുണ്ടെന്ന്. അങ്ങനെ വിശ്രമിക്കേണ്ടവർ കുറച്ച് വിശ്രമിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകും. കുറച്ചു നേരം അവിടെ വിശ്രമിച്ച ശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഏകദേശം എനിക്ക് മനസ്സിലായി ഇവിടെ കുറേ മൃഗങ്ങളുടെ രൂപങ്ങളായിരിക്കും കാണാൻ കഴിയുകയെന്ന്. എൻ്റെ പുറകിലേ കാണുന്നത് പണ്ടത്തെ ഇവിടുത്തെ ഒരു ക്രഷർ യൂണിറ്റാണ്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഇവിടെ കുറേ മൃഗങ്ങളുടെ രൂപങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ആകെ ഉള്ളത് ദിനോസറുകളാണ്. ദിനോസറിൻ്റെ പല പല വെറൈറ്റികൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഈ കാണുന്ന ദിനോസറുകളുടെ ഒന്നും പേരുകൾ അറിയില്ല. അങ്ങനെ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവായി താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും കൂടി അറിയാം ഇത് ഏതൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണും നിങ്ങൾ ഉദ്ദേശിച്ച് കാണും ഇതാണോ ലെഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, മുന്നോട്ട് പോകുമ്പോൾ ഇനിയുമുണ്ട് കുറേ കാര്യങ്ങൾ. ഇവിടെ എവിടെ കണ്ണു വെച്ചാലും ദിനോസറാണ്. ഈ ദിനോസറിനെ കണ്ട് മടുത്ത് കേട്ടോ. മതി നിർത്തിക്കോ. ഇന്ന് ഇവിടെ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ സന്ദർശകർ വളരെ കുറവാണെന്ന്. കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് നമ്മൾ എത്തിച്ചേരാതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ ഈ കാട്ടിൽ കൂടെ നടന്ന് ഒരു ബോർഡിനടുത്തെത്തി. ബോർഡിൽ നോക്കിയപ്പോൾ എന്താ മണ്ണാത്തിപ്പുള്ള്. പക്ഷെ അങ്ങനെ ഒരു പക്ഷിയൊന്നും ഞാൻ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. എൻ്റെ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് തോന്നില്ല ഇവിടെ എന്താ കാണാനുള്ളതെന്ന്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ കുട്ടികളെ കൊണ്ടുവന്ന് നോക്കൂ, അവർ തീർച്ചയായും എൻജോയ് ചെയ്യും. അവർ ദിവസവും കാണുന്ന കാർട്ടൂണിലേക്ക് ദിനോസറുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായും അവരിവിടെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന എല്ലാത്തരം ദിനോസറുകളെയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഈ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. ഇവിടെയുള്ള എല്ലാത്തരം ദിനോസറുകളുടെയും പേര് ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ ഇവിടെ ഒന്ന് വായിച്ചാൽ മതിയാവും. കൊച്ചു കുട്ടികളെ കൊണ്ടുവരുന്നത് കൊണ്ട് ഇവിടെ വിശ്രമിക്കാനായി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ തന്നെ വീണ്ടും ഒരു സ്ഥലം. എൻ്റെ ഇത്ര നേരം നടത്തതിൽ എനിക്ക് തോന്നിയത് ഇവിടെ ഫാമിലിയായി മാത്രം വന്ന് എൻജോയ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഫ്രണ്ട്സായി ഒന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെയല്ല. അതിന് അഡ്വഞ്ചർ സോണിൽ വേറെ ഏരിയ ഉണ്ട്. എന്തായാലും ഇതിനുള്ളിലൂടെ പോകുമ്പോൾ വനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി വേണം പോകാൻ. പക്ഷെ നമ്മളിതൊക്കെ വായിച്ചെന്നാൽ നമ്മുടെ യാത്ര ഇന്നിവിടെ തീരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ശില്പോദ്യാനത്തിലേക്കാണ്. ഈ ശില്പം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ മനുഷ്യനും പ്രപഞ്ചവും ഒന്നാണെന്ന് കാണിക്കുന്നതാണ് ഈ ശില്പത്തിലൂടെ. വീണ്ടും ഒരു ബോർഡ് കണ്ടു. എന്താണെന്ന് നോക്കാം.
പൂർണ്ണതയിലേക്കുള്ള പ്രയാണമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. താഴ്ന്നു കയറിയപ്പോൾ 60 മീറ്ററേ ഉള്ളെന്നാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇത് 60 മീറ്ററല്ല, വീണ്ടും ഒരു 60 മീറ്ററിൻ്റെ ബോർഡും കൂടെ ഇവിടെ ഉണ്ട്. നടക്കാൻ ഒരുപാട് മുകളിലേക്കുണ്ട്. പോകുമ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് പ്രതിമകളെ കാണാൻ കഴിയും. അങ്ങനെ എന്തോ പേരില്ലാത്ത എന്തൊക്കെയോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. വാളും പരിചയമായിട്ട് നിൽക്കുന്നവരാണോ എന്താണെന്നറിയില്ല. എന്തായാലും കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതാ ഒരാൾ ഒരു ഗോളത്തിൽ നിന്ന് കയറി വരുന്നു. ഇതിൻ്റെ ഉദ്ദേശം ഭൂമി പൊളന്ന് കയറി വരുന്നതായിരിക്കും. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും നമുക്ക് നടപ്പ് തുടങ്ങും. നടന്ന് താണ്ടി അപ്പോൾ തന്നെ നോക്കിയപ്പോൾ 2 പേര് വെറുതെ ഇരിക്കുന്നു. അച്ഛനും മോനുമാണെന്ന് തോന്നുന്നു. ഇവിടെ ഉദ്യാനം കാണാൻ വന്നവരായിരിക്കും. എന്താ ഇവിടെ ഇരിക്കുന്നത്? ഹലോ, പോകുന്നില്ലേ? അങ്ങനെ അവരോട് കുശലം പറഞ്ഞ ശേഷം നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ അത് നോക്കിയപ്പോൾ ഒരാൾ കാട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. എന്താ ഇവിടെ ഇരിക്കുന്നത്? ഫ്രീക്കനാണെന്ന് തോന്നുന്നു. മുഴുവനാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എവിടെ നോക്കിയാലും പ്രതിമകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. വേണ്ടേ, വീണ്ടും പ്രതിമകൾ. എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് പോയി നോക്കാനൊന്നും വയ്യ. കുറേ ബോർഡുകളൊക്കെ ഉണ്ട്. വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം ഇന്നിവിടെ തീരും. തേണ്ട മരങ്ങൾക്കിടയിൽ ഒരാൾ നിൽക്കുന്നു. ഈ പുള്ളി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. നടന്ന് വീണ്ടും ഒരു നിർമ്മിതിയുടെ അടുത്തെത്തി. പൂർണ്ണതയിലേക്കുള്ള പ്രയാണമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതും കണ്ട് സഖ്യവ്രതത്തെയും കണ്ട് നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. സഖ്യവ്രതത്തെ ഇവിടുന്ന് അകത്തോട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സഖ്യൻ്റെ മലനിരകൾ ഇങ്ങനെ. അങ്ങനെ നോക്കിയപ്പോൾ എന്താ കുറേ മോഹിനിയാട്ടക്കാരികൾ നിൽക്കുന്നു. മോഹിനിയാട്ടി നമ്മുടെ തെമ്മലയ്ക്ക് പോകുന്ന വഴി ഒന്ന് കാണിച്ചു തരാം. അവർ കാണിച്ചു തന്ന വഴിയാണിത്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, മെഡിറ്റേഷൻ. മുന്നോട്ട് പോയാൽ മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ഒന്നും വേണ്ട. ഈ കാണുന്ന ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒരുപാട് പോകും. അങ്ങനെ നമ്മൾ നടന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴേക്ക് പോകും. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാൻഡ് എക്കോ ടൂറിസം ആയതുകൊണ്ട് നേച്ചറിനെ ആസ്വദിക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ ഉദ്ദേശം. പക്ഷേ ഇവിടെ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ആരും ഇവിടേക്ക് എത്തിച്ചേരുന്നില്ല. അങ്ങനെ വീണ്ടും നമ്മൾ താഴേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നേ പോയപ്പോൾ കുറേ പേര് ട്രിപ്പുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവരെ കണ്ട് അവരുടെയും കുറച്ച് കുശലമൊക്കെ പറഞ്ഞു. അവരെന്താണെന്ന് ഇവിടെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ വയ്യ. കുറേ ആയി ബോർഡൊക്കെ വായിച്ച് മടുത്തു. അങ്ങനെ വീണ്ടും താഴേക്ക് നടക്കുകയാണ്. ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? എന്നാൽ ശരി, നിങ്ങൾ കുറച്ച് ഇരുന്നിട്ടൊക്കെ വാ, ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കുറേ സ്ഥലമൊക്കെ ഉണ്ട് ഇരിക്കാൻ. നിങ്ങൾ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് നല്ല ഫോട്ടോയൊക്കെ പകർത്തി മുന്നോട്ട് പോവാം. ഞാൻ എന്തായാലും എൻ്റെ യാത്ര തുടരുക. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തെന്മല ഡാമിൻ്റെ ഷട്ടർ തുറന്ന് വെള്ളം വരുന്നതാണ്. നോക്കി, എന്ത് സുന്ദരമാണ്. അങ്ങനെ നമുക്കതിനെ അടുത്ത് കാണാൻ വേണ്ടി നമുക്ക് ഇതുവഴി നടന്ന് മുന്നോട്ട് പോകാം. ഡെസ്റ്റിനേഷൻ ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വെഡ്ഡിങ് സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യുന്നവർ, അവർക്ക് ഇവിടെ വന്ന പ്രയോജനമാകും കേട്ടോ. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, നല്ല ഫ്രെയിമൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ വരാൻ മറക്കണ്ട. അങ്ങനെ നമ്മുടെ തെന്മല ഡാമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് തെന്മല ഡാമിൻ്റെ ഷട്ടർ. ഇതുവഴി ഇവിടെ വന്നെങ്കിൽ നമ്മൾ തെന്മല ഡാമിൻ്റെ ഷട്ടർ ഏകദേശം അടുത്ത് നിന്ന് കാണാൻ കഴിയത്തുള്ളൂ. ഇന്ന് എന്തായാലും ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. ആണ്ടെ വെള്ളം പോകുന്നുണ്ടോ, എന്ത് സുന്ദരമാണല്ലേ, പച്ച വെള്ളം പോലുണ്ട്. അങ്ങനെ മലനിരകളെയും സഹ്യനെയും കണ്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഷട്ടർ എന്തായാലും ഇച്ചിരി നന്നായിട്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഇതുവഴി പോകുന്നുണ്ട്. വേണ്ട നോക്കിയേ. അങ്ങനെ ലെഷർ സോണിലെ അടുത്ത പ്രത്യേകതയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബോർഡ് വാക്ക് എന്താണെന്ന് നമുക്ക് പോയി കണ്ടു കളയാം. എന്താണ് ബോർഡ് വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നമ്മൾ വന്ന സമയത്ത് ഷട്ടർ തുറന്നതുകൊണ്ട് എന്തായാലും നമുക്ക് ഷട്ടർ തുറന്ന് വെള്ളം വരുന്നത് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. എന്ത് സൗന്ദര്യമാണ് ആ വെള്ളം വരുന്നത് കാണാൻ. എന്നാൽ നിങ്ങളിത് കുറച്ച് നേരം കണ്ട് ആസ്വദിക്കുക. ഞാൻ എന്തായാലും മുന്നോട്ട് നടക്കട്ടെ. അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് ബോർഡ് വാക്കിലേക്കാണ്. നമുക്ക് പോയി നോക്കാം എന്താണ് ഈ ബോർഡ് വാക്കെന്ന്.
നിങ്ങൾക്ക് ആർക്കും പരിചയം കാണില്ല. എന്താ പുതിയ പേരൊക്കെ അടിച്ചു വെച്ചിരിക്കുകയാണ് ബോർഡ് വാക്കുന്നൊക്കെ. ഒന്നുമില്ല, ഒരു കൈവരി കെട്ടി കുറേ തറയോടിട്ടേക്കുന്നു. അതുവഴി ഇങ്ങനെ നടന്നു പോവുക, ഡാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. ഇതാണ് ബോർഡ് വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും കൊള്ളാം, സൈഡിലെല്ലാം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല കാഴ്ച തന്നെയാണ്, മനസ്സിനൊരു കുളിർമ നൽകും. ഇരിക്കാനും കുറേ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ലെഷർ സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാണ് നമ്മളെ കുറച്ച് ലെഷറാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. എന്താണ്ടേ വെള്ളം എത്രത്തോളം ശക്തിയിലാണ് വീഴുന്നത് നോക്കിയേ. വ്ളോഗിങ്ങിലെ പുലികൾ വാഴുന്ന കാലത്താണ് ഞാൻ വ്ളോഗിങ്ങിലേക്ക് എത്തുന്നത്. എങ്കിലും നോക്കാം എത്രത്തോളം ഞാൻ സക്സസ് ആവുമെന്ന്. മതിയായ ഗാഡ്ജറ്റുകളുടെ അഭാവം മൂലം ഒരുപക്ഷെ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊരു അലോസരമായി തോന്നിയേക്കാം. പക്ഷേ എങ്കിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പുതിയൊരു വ്ളോഗറാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇനിയും പോകാൻ കഴിയൂ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എവൻ ഇത്രയായില്ലേ, എവൻ വല്ല പണിക്ക് പോയി ജീവിച്ചിടാൻ. പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. ഞാൻ ഇനിയും ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ലെഷർ സോണിലെ ഏറ്റവും വളരെ പ്രത്യേകതയുള്ള സ്ഥലത്തിലേക്കാണ്. നമ്മുടെ തെമ്മല ഡാമിന് സമാന്തരമായ ഒരു തൂക്കുപാലമുണ്ട്. അവിടെ കയറാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ആ തൂക്കുപാലത്തിലേക്ക് കയറുകയാണ്. ഇതാണ് ആ തെമ്മല ഡാമിന് സമാന്തരമായി പോകുന്ന തൂക്കുപാലം. ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിൽ കയറണം, നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. ലെഷർ സോണിൽ വന്ന് തൂക്കുപാലത്തിൽ കയറണം. അതിൻ്റെ ഒരു അനുഭവം നിങ്ങൾ അറിയണം കേട്ടോ. ഇത് കയറുമ്പോൾ നമ്മളിങ്ങനെ വല്ലാണ്ട് ഭയപ്പെടുത്തും. ഈ തൂക്കുപാലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാടും. ചിലർക്കൊക്കെ പേടിയാകും കേട്ടോ. പക്ഷേ എങ്കിലും കയറി അങ്ങ് അറ്റം വരെ പോയിട്ട് തെമ്മല ഡാമിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല വ്യക്തമായിട്ട്. ഇതിൽ നോക്കിയാൽ തെമ്മല ഡാമും അപ്പുറത്തെ പാലവും നമുക്ക് കാണാൻ കഴിയും. ഇതിൽ കൂടെയുള്ളൊരു യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ പേടി കൂടാതെ നിങ്ങൾ അങ്ങോട്ട് പോവുക, കൂട്ട് തിരിച്ചു വരിക. ഇത് താഴെയൊന്നും വീഴില്ല, നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ഇതിൽ നിന്നുള്ള ദൃശ്യം. എന്ത് സുന്ദരമാണെന്ന് നോക്കി. തുടക്ക സമയങ്ങളിൽ ഈ ബ്രിഡ്ജ് തടി കൊണ്ടുള്ളതായിരുന്നേ, പക്ഷേ ഇപ്പോൾ സ്റ്റീലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഇത് പൊളിഞ്ഞൊന്നും താഴെ വീഴില്ല. എങ്കിലും കുറച്ചുകൂടെ അടുത്തായിരുന്നു, നമ്മുടെ തെമ്മല ഡാമിൻ്റെ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തെമ്മല ഡാമിനെ കാണാമെന്ന് എനിക്ക് തോന്നി. എങ്കിലും പോട്ടെ, ഇവിടെ ഉണ്ടാക്കി വെച്ചില്ലേ, അങ്ങനെ നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾ ഫാമിലിയായി ഇവിടെ വരണം, കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്ന് കാണിക്കണം. നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒരിക്കൽ വന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ തുടരണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫാമിലിയുള്ളവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. എങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വളർന്നു വരാൻ കഴിയുള്ളൂ. ഞാനൊരു തുടക്കക്കാരനാണെന്ന് ഞാൻ നിങ്ങളോട് മുന്നോട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കൊരു ചായ കുടിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോകാം.